വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പാപപരിഹാര ബലിയർപ്പണത്തിൻ്റെ രീതികളെക്കുറിച്ച് കർത്താവ് മോശയ്ക്ക് നിർദ്ദേശം കൊടുക്കുന്നു. എല്ലാ ജീവികളുടെയും ജീവൻ അവയുടെ രക്തത്തിലാണ്. ഒരു ജീവിയുടെയും രക്തം ഭക്ഷിക്കരുതെന്ന് ഞാൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരിക്കുന്നതും അതുകൊണ്ട് തന്നെ. ആരെങ്കിലും അത് ഭക്ഷിച്ചാൽ അവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. ലേവ്യർ 17-14 ലൈംഗിക വിശുദ്ധിയെ മാത്രം വിവരിക്കുന്നതാണ് 18 മോശയ്ക്ക് കർത്താവ് കൊടുത്ത 10 കൽപ്പനകളും മറ്റു നിയമങ്ങളും ജനങ്ങൾ പരിശുദ്ധരായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും കർത്താവ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. കൽപ്പനകൾ ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷാവിധികളെ 20 വിവരിക്കുന്നു. പുരോഹിത വിശുദ്ധിയെയും ബലിവസ്തുക്കളെയും വ്യാഖ്യാനിക്കുന്ന വേദഭാഗമാണ് 21-22 ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ എൻ്റെ പരിശുദ്ധി പ്രഘോഷിക്കപ്പെടേണ്ടതാകയാൽ നിങ്ങൾ എൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കരുത്. നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് ഞാനാണ്. ലേവ്യർ 22-32 6 ദിവസത്തെ ജോലി കഴിഞ്ഞ് 7-ാം ദിവസം കർത്താവിൻ്റെ ശാബത്ത് ദിനമായി ആചരിക്കണമെന്നും 1-ാം മാസം 14-ാം ദിവസം കർത്താവിൻ്റെ പെസഹ ആചരിക്കണമെന്നും 15-ാം ദിവസം കർത്താവിനുള്ള പുളിപ്പിൻ്റെ അപ്പത്തിൻ്റെ തിരുനാൾ ആചരിക്കണമെന്നും 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണമെന്നും കർത്താവ് മോശയോട് അരുളി ചെയ്തു. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.